ഹലോ ഗൈസ്, ഇപ്പോൾ സമയം ഒരു 8:30 ആയിട്ടുണ്ടാവും കേട്ടോ. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞത് ഇപ്പോഴാണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ പൊതുവേ എനിക്ക് മടിയാണ്. അപ്പോൾ എന്തായാലും ഇന്നൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ടു. അപ്പോൾ ഞാനും കുഞ്ഞും റെഡി ആയിട്ടുണ്ട്. നമ്മൾ അങ്ങനെ പോയത് സെൻട്രൽ സ്ക്വയർ മാളിലേക്കാട്ടോ. അവിടെ ചെന്നപ്പോൾ ആ കിടക്കുന്ന ഒരു ബസ് ഉണ്ടല്ലോ, എൻ്റെ ലണ്ടൻ ബസ് എന്നാണ് കേട്ടോ എൻ്റെ പേര്. അതിൽ കയറണം എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിന് ഭയങ്കര വാശി. പിന്നെ അങ്ങനെ നമ്മൾ ബസ്സിലൊക്കെ കയറി. അതൊരു എനിക്ക് ഒന്ന് 100 റുപ്പീസാണ്, 3 റൗണ്ട് എന്തോ ആണ് ഉണ്ടാവുകയെന്ന് തോന്നുന്നു. അപ്പോൾ കുഞ്ഞതിൽ പോയി കയറി ഇങ്ങനെ ഇരിപ്പുണ്ട്. കുറച്ച് നേരമൊക്കെ പോയി, 2 റൗണ്ട് ആൾ പോയി. മൂന്നാമത്തെ റൗണ്ട് എടുത്തപ്പോഴത്തേനും ഞങ്ങളെ കാണാതെയപ്പോൾ ആൾ പെട്ടെന്നൊന്ന് പേടിച്ചിട്ട് കരയാൻ തുടങ്ങി. പിന്നെ ഇടയ്ക്ക് വെച്ച് ഇറങ്ങേണ്ടി വന്നു. ബസ്സിൻ്റെ ഏറ്റവും ടോപ്പിൽ ഇരിക്കാം, അതേപോലെ താഴെ ഇരിക്കാം കേട്ടോ. താഴെ കുഞ്ഞ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു 3 കുട്ടികളും മുകളിലുണ്ടായിരുന്നു. നമ്മൾ മെയിനായിട്ട് ഇവിടെ വന്നത് കുഞ്ഞിനൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുഞ്ഞിന് നാളെ ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു. ഇത് കുറച്ച് ദിവസം മുമ്പ് എടുത്ത് വെച്ച വീഡിയോ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എടുത്തതിൻ്റെ നെക്സ്റ്റ് ഡേ കുഞ്ഞിന് ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു സ്കൂളിൽ. അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. പക്ഷെ നമ്മൾ അവിടുന്ന് ഡ്രസ്സ് ആകെ ഒരു ടീഷർട്ട് മാത്രമേ എടുത്തുള്ളൂ. ഒന്നും അത്ര നല്ല കളക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് കുഞ്ഞിന് ഗെയിം കളിക്കണം എന്ന് പറഞ്ഞിട്ട് നേരെ നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. അവിടെ പോയിട്ട് സുമി കാർഡ് സ്വൈപ്പ് ചെയ്യാം കേട്ടോ. കുറച്ച് നേരം ഗെയിമൊക്കെ കളിച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ കളിച്ച് വന്നപ്പോൾ നേരെ ഒരുപാടായിട്ടുണ്ടായിരുന്നു. സമയം പോയതേ അറിഞ്ഞില്ല. ഇവൻ്റെ കൂടെ തന്നെയായിരുന്നു അവരെല്ലാവരും കേട്ടോ. ഇങ്ങനെ മാറി മാറി നോക്കി ഇങ്ങനെ വരികയായിരുന്നു. ഒരുപാട് ഗെയിംസ് ഉണ്ടായിരുന്നു കേട്ടോ. കാർഡ് നമ്മൾ ആദ്യം ചാർജ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗെയിമിൽ വിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ പോയിൻറ്റും അതേപോലെ കയറുവേ. എത്ര നേരം എന്ന് പറഞ്ഞിട്ട് ഇവൻ കളിക്കണമെന്ന് നോക്കി ഇങ്ങനെ നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അവരും തുടങ്ങി. പിന്നെ കുറച്ച് നേരം അങ്ങനെ അവിടെ പോയിട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേനും 10:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു എനിക്ക്. വൈകുന്നേരം ഒന്നും കഴിക്കാതെയാണ് ഞാൻ ഇറങ്ങിയത്. അതുകൊണ്ടായിരിക്കാം ആ ഒരു ടൈം ആയപ്പോഴത്തേനും അത്യാവശ്യം നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു കൊണ്ടന്നൂർ ഒക്കെ എത്തിയപ്പോഴത്തേനും അവിടെ ഒരു തട്ടുകടയിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചിട്ട് അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. നമ്മൾ ദോശയും അതേപോലെ ചിക്കൻ റോസ്റ്റും ചിക്കൻ ഫ്രൈ ആയിട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേനും ഒരു 12 മണി ആകാറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.